അങ്ങനെ ഇന്ന് നമ്മളെ ചാലഞ്ചിൻ്റെ 2ാം ദിവസമാണ്. രാത്രി കിടക്കുമ്പോൾ തന്നെ പല പ്ലാനിങ്ങുകളുമായിട്ടാണ് ഇന്നലെ കിടന്നത്. ചില ആളുകൾക്ക് എത്ര സ്മെല്ലുള്ള സ്പ്രേ അടിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് മണം പോകും. അതിനൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫസ്റ്റ് തന്നെ കുളിച്ച് പാടെന്ത് ചെയ്യുക, ഡിയോഡോറൻറ്റ് യൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് ബോഡി ക്രീം യൂസ് ചെയ്യുക. പിന്നെ പറ്റുവാണെങ്കിൽ ഒരു ബോഡി സ്പ്രേ. അതിനുശേഷം നിങ്ങൾ ഇന്നർ വിയർ. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ഈ ഡ്രസ്സ് പറ്റുകയാണെങ്കിൽ ഫാബ്രിക് കണ്ടീഷണറിൽ എന്ത് ചെയ്യുക, യൂസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ സ്പ്രേൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അതിനുശേഷം കുറച്ച് നന്ദി വാചകങ്ങൾ, ഗ്രാറ്റിറ്റ്യൂഡ്. അതിനുശേഷം ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇന്ന് ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കണം. 10 മണിക്ക് നമ്മളെ ക്ലയൻറ്റിന് വേണ്ടി പറഞ്ഞ ഒരു നോമിനൽ ഡയറക്ടറിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് ഓഫീസിലെത്തണം. ഞാൻ എത്തുമ്പോഴേക്കും അവനങ്ങനെ ഓഫീസിലെത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ബ്രൂണക്കാർക്ക് സമയത്തിന് വളരെ പങ്ക്ച്വാലിറ്റിയാണ്. ഞാൻ ഒട്ടും തെറ്റിച്ചില്ല. കറക്റ്റ് 10 മണിക്ക് തന്നെ ഓഫീസിലെത്തി. അവനൊരു ഡൈവിങ് ചെയ്യുന്ന ആളാണ്, അതായത് സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്ന ആൾ. സോ അവനൊരു പാർട്ട് ടൈം ഇൻകത്തിന് വേണ്ടിയിട്ടാണ് നോമിനൽ ഡയറക്ടർ നോക്കുന്നത്. എന്തായാലും എനിക്ക് അവനെ വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അവനെ നോമിനൽ ഡയറക്ടർ ആക്കാനും അവനോടൊത്തു. അതിനുശേഷം പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. അതെ, നമ്മുടെ ചാലഞ്ച് അച്ചീവ് ചെയ്യണമെങ്കിൽ നന്നായി പരിശ്രമിച്ചേ മതിയാവും. കാറിൻ്റെ ഫ്രണ്ട് ടയർ തഴഞ്ഞുകൊണ്ട് ഞാൻ അടുത്തുള്ളൊരു ടയർ ഷോപ്പിൽ ചോദിച്ചു എത്രയാണ് റേറ്റ്. നല്ല റേറ്റ് ആയതുകൊണ്ട് ഏകദേശം ഈ മാസം ലാസ്റ്റ് മാറ്റാമെന്ന് വിചാരിച്ചു. 11:30 മണിക്ക് വീണ്ടും ഒരു മീറ്റിംഗ് ഉണ്ട്. തിരിച്ച് ഞാൻ ഓഫീസിലേക്ക് ചെന്നു. ഇതും ഒരു നോമിനൽ ഡയറക്ടർ മീറ്റിംഗ് ആണ്. ഇവളൊരു ഹോട്ടലിൽ ഇവൻറ്റ് മാനേജറായി വർക്ക് ചെയ്യുന്നു. ഇവൾക്കും ഒരു പാർട്ട് ടൈം ഇൻകമാണ് ഇവൾ നോക്കുന്നത്. തീർച്ചയായിട്ടും നോമിനൽ ഡയറക്ടർ നല്ലൊരു ഓപ്ഷൻ. അതെ, ഞാൻ മേഴ്സിയത്തിലാണ് വർക്ക് ചെയ്യുന്നത്. മേഴ്സിയം ഒരു ബിസിനസ് കൺസൾട്ടൻസി ഫേമാണ്. എൻ്റെ തന്നെ സ്വന്തം ഫേമാണ്. പക്ഷേ അതിൽ നിന്ന് ഞാൻ ഒന്നും കൈയിട്ട് വരാറില്ല. കാരണം അത്രമേൽ റെസ്പെക്റ്റോട് കൂടിയാണ് ഞാൻ അതിനെ കാണുന്നത്. അതിനുശേഷം ഒരു ലോയർ ഫേമിൽ പോകാനുണ്ടായിരുന്നു. നമ്മുടെ ക്ലയൻറ്റിന് ഒരു കോർട്ട് ഓർഡർ ആവശ്യമുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ ലോയർ ഉണ്ടായിരുന്നില്ല. തിരിച്ച് ഞാൻ വന്നു. അതിനുശേഷം അവിടെ തൊട്ട് താഴെ കിടക്കുന്ന ഒരു ട്രാവൽ ഏജൻസിയിൽ പോയി നിങ്ങൾക്ക് വെബ്സൈറ്റ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം നമ്മുടെ ചാലഞ്ചിന് ഒരുപാട് പണം ആവശ്യമുണ്ട്. നമ്മുടെ ചാലഞ്ചിൻ്റെ പണം കണ്ടെത്താൻ മേഴ്സിയ മതിയാവില്ല. പുതിയ സോഴ്സ് ഓഫ് ഇൻകം ബിസിനസ് മസ്റ്റായിട്ടും വേണം. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇന്ന് തന്നെ പല ചിന്തകളും എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ഐഡിയ കിട്ടിയതുപോലെ മനസ്സിൽ തോന്നിയിട്ടുമുണ്ട്. ഇപ്പം സമയം ഏകദേശം 3 മണിയാറായി. കുറച്ച് ഭക്ഷണം കഴിക്കണം. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അങ്ങനെ തൊട്ടടുത്ത കടയിൽ നിന്നും ഒരു നാസി കത്തോക്ക് ബിരിയാണി, നമ്മുടെ നാട്ടിൽ ഊണെന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ ഒരു ഫുഡ്. അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു ഇൻഷുറൻസ് ഏജൻസിയിൽ എൻ്റെ ഒരു മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടി ഞാൻ പോയിരുന്നു. പക്ഷേ അവിടെ ആളുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും ഒരു ക്ലയൻറ്റിൻ്റെ ആവശ്യത്തിനായി വീണ്ടും ഒരു ലോയർ ഫേമിൽ പോകാനുണ്ടായിരുന്നു. അപ്പം ബാബായ്, വീണ്ടും കാണാം.